3.5 വർഷം മുമ്പാണ് സംറാസ് പിക്കിൾസ് എന്ന ഈ ഹോം മെയ്ഡ് പിക്കിൾസിൻ്റെ എൻ്റെ കുഞ്ഞൊരു സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയും ഓർഡറും വരുന്ന പൈനാപ്പിൾ ഉണക്കമുന്തിരി അച്ചാറാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 6 അല്ലി ശർക്കര, കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പം പുളിയും വെച്ച് നന്നായി തിളപ്പിച്ചതുപോലെ ഉരുക്കിയെടുക്കണം. അതിനുശേഷം അത് നന്നായി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ചൂടായ ഉരുളിയിലേക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം, ഉലുവയിട്ട് പൊട്ടിക്കാം. ചെറുതാക്കി നുറുക്കിയ പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറിയ കഷ്ണങ്ങളായും ചേർക്കാം കേട്ടോ. ഇനി ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നന്നായി കഴുകി ഉണക്കി വെച്ച കറിവേപ്പില, വെള്ളത്തിൻ്റെ അംശമില്ലാതെ ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച അച്ചാർ പൊടി, മുളകും കാശ്മീരി മുളകും എല്ലാം കൂടെ ചേർന്ന അച്ചാർ പൊടിയാണ്. അതൊന്ന് നന്നായി വഴറ്റി പച്ചമണം മാറുന്നത് വരെ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഒരു 3 കിലോ ചെറിയ കഷ്ണം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പൈനാപ്പിൾ നന്നായി ഇളക്കി വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ശർക്കരയും പുളിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ പൈനാപ്പിളിൻ്റെ അതേപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് 1 കിലോ സുർക്കയിൽ സോക്ക് ചെയ്ത ഉണക്കമുന്തിരി. അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ചേർക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ മധുരത്തിന് വേണ്ടിയും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാനൊക്കെ ഈത്തപ്പഴം അരച്ച് ചേർക്കും. അങ്ങനെ അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരിതിലെത്തുമ്പോൾ നമുക്ക് മധുരവും പുളിയൊക്കെ നോക്കിയതിന് ശേഷം വേണം നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്തു. കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവ്സ് കൂടെയാണ്. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന LG കായം, നല്ല സ്മെല്ലാണ്. എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വെച്ചാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ.